പറഞ്ഞു വോട്ടെടുക്കുക അടക്കുക മാത്രമാണ് അമേരിക്ക ചെയ്യുന്നത്. വി ഫൈറ്റ് ഫോർ ഓയിൽ എന്ന പുസ്തകം ആരുടെ പുസ്തകമാണിത്? വി ഫൈറ്റ് ഫോർ ഓയിൽ എന്ന ഈ പുസ്തകം, വി ഫൈറ്റ് ഫോർ ഓയിൽ ഹിസ്റ്ററി ഓഫ് US പെട്രോളിയം വാർസ് എന്ന ഈ പുസ്തകം 50 വർഷത്തിലേറെ മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടീഷ് MI6 വേണ്ടി ബ്രിട്ടീഷുകാരനായി വർക്ക് ചെയ്ത ജോൺ കോൾമാൻ്റെ വാക്കുകളാണ്. ലോകപ്രശസ്തനായ തത്വചിന്തകനായ നോം ചോംസ്കിയെ അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുറഞ്ഞ വാക്ക്. നോം ചോംസ്കിയെ അറിയാത്തവരുണ്ടാവില്ല. മരിച്ചിട്ടില്ല. 1997 വയസ്സിൻ്റെ ഇപ്പോൾ നോം ചോംസ്കിക്ക്. 1928 നോം ചോംസ്കിയുടെ ജനനം. അദ്ദേഹത്തിൻ്റെ വളരെ അത്ഭുതം. അദ്ദേഹം സത്യത്തിൽ ജൂതനാണ്. നോം ചോംസ്കി ഒരു ജൂതനാണ്. പക്ഷേ ഒരു നേരും നെറിയുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു നിലയ്ക്ക് അമേരിക്കയുടെ ഒരു പ്രഗത്ഭനായ ഉപദേഷ്ടാവ് കൂടിയാണ് ആര്? നോം ചോംസ്കി. നിഷേധിക്കാൻ കഴിയില്ല. ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ആര്? ഇന്ന് ലോകത്ത് വിരലെണ്ണാവുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് ജൂതവംശജനായ നോം ചോംസ്കി. ലോകത്ത് ഒരു പക്ഷേ നോം ചോംസ്കിയെ പോലത്തെ ഒരു പണ്ഡിതൻ ലോകത്ത് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇന്ന് അത്രയും വലിയ പണ്ഡിതൻ അദ്ദേഹം. ജൂതവംശജനാണ്. മാത്രമല്ല അമേരിക്കയിലെ ലിംഗ്വിസ്റ്റിക് സയൻറ്റിസ്റ്റാണ്. ഭാഷാ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ചരിത്രകാരൻ, ചിന്തകൻ, തത്വചിന്തകൻ, ലിംഗ്വിസ്റ്റിക് സയൻറ്റിസ്റ്റ് എന്ന പേരിലെല്ലാം ഒരു നൂറ്റാണ്ടിൽ ആയി അറിയപ്പെട്ട് അടുത്ത് ഇപ്പം 97 വയസ്സായി. 97 വയസ്സായി. ഇപ്പോൾ 97 വയസ്സായി. അദ്ദേഹം ലോകത്ത് നടത്തിയ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. എന്തിനെതിരെ? ഈ ഓയിൽ വാർസിനെതിരെ. ഈ അമേരിക്ക നടത്തുന്ന ഓയിലിന് വേണ്ടിയുള്ള കൂട്ടക്കുരുതികളാണ് ഇത്. റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കരുത്, എടുത്ത അങ്ങക്ക് മരിക്കേ പണി ഉണ്ടാവുള്ളൂ. യുക്തത്തിലും ആലി അതിൻ്റെ മേൽ കൊലകൾ തന്നെ നടക്കും എന്നെന്നും. നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ എടുക്കരുത്, നിങ്ങളത് എടുക്കരുത്. എടുത്താൽ പിന്നെ മരണം, കൊലയും അല്ലാത്തൊരു പണി ഉണ്ടാവൂല. നിങ്ങളത് എടുക്കരുത്. ലോകരാജ്യങ്ങളിൽ ഏകദേശം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം നോം ചോംസ്കിയുടെ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഓയിൽ വാർസാണ്, ഇത് ഓയിലിന് വേണ്ടിയാണ്, അല്ലാതെ ആ നാട്ടുകാർ ഇതിൽ നിരപരാധികളാണ്. സത്യത്തിൽ ഇത് അതാപന്നല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ മറക്കരുത്. ഒരു രാജ്യത്ത് യുദ്ധം നടന്നാൽ അതിർത്തിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ ഒരുപക്ഷെ സർക്കാർ ഒന്ന് മാറ്റി പാർപ്പിക്കാം. പിന്നെ സാമ്പത്തികമായ ക്ഷീണം ആ രാജ്യത്തിന് വന്നേക്കാം. അല്ലാതെ എന്താ ഉണ്ടാവുക? ഇതാ രാജ്യത്തിന് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ. ഒരു നൂറ്റാണ്ടിലേറെയായി ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എവിടുന്ന? മിഡിൽ ഈസ്റ്റിൽ നിന്ന്. ലക്ഷക്കണക്കായ സ്ത്രീകൾ. ഭർത്താവ് എവിടെയെന്നറിയില്ല. കാരണം പോയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടില്ല. അവരെവിടെ ഉണ്ടോ, ജയിലിലാണോ, കൊന്നോ അറിയില്ല. ഒരു പെണ്ണിന് യുദ്ധം ഇരിക്കണമെങ്കിൽ അങ്ങനെയല്ല, ഒരു മുസ്ലിം പെണ്ണിന് ഭർത്താവ് മരിച്ചാൽ എന്തുണ്ട്? യുദ്ധം വേണ്ടേ? യുദ്ധം ഇരിക്കണമെങ്കിൽ ഭർത്താവ് മരിച്ചോന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ജനത ലോകത്തിൻ്റെ അല്ലാതെ എങ്ങനെ പെട്രോളിയം അനുഗ്രഹമാകുക? പെട്രോളിയം എങ്ങനെയാണ് അനുഗ്രഹമാകുക? നേരത്തെ പറഞ്ഞില്ലേ, ഈസ് ഓയിൽ എ ബ്ലെസ്സിങ് ഓർ എ കേസ് ഫോർ ദ മിഡിൽ ഈസ്റ്റ്. അത് പശ്ചിമേഷ്യക്ക് അത് അനുഗ്രഹമാണോ ശാപമാണോ എന്ന ഓക്സ്ഫോർഡ് പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധം നേരത്തെ ഇവിടെ നമ്മൾ കാണിച്ചു. നോം ചോംസ്കി ലോകത്തെ ഒരുപാട് ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, ഓയിൽ ഇംപീരിയലിസം ആൻഡ് ദ US ഇസ്രായേൽ റിലേഷൻഷിപ്പ്. ഓയിൽ സാമ്രാജ്യത്വം, ഓയിൽ ഇംപീരിയലിസം, ഓയിൽ എണ്ണ സാമ്രാജ്യത്വം, പിന്നെയോ ആൻഡ് ദ US ഇസ്രായേൽ റിലേഷൻഷിപ്പ്. ഇതിവിടെ സംഘർഷം നിലനിർത്തിയാലേ എണ്ണ ഊറ്റാൻ പറ്റൂ. അപ്പം ഈ സംഘർഷം ഇല്ലാതാക്കൂല.
അല്ലെങ്കിൽ ഇനി എന്ത് വേണമെന്നറിയോ? ഈ രാജ്യങ്ങളിൽ മൊത്തം ഒരു അധീശാധികാരം ആർക്ക് വരണം? ഇസ്രായേലിന് വരണം. അത് വരികയും ചെയ്യും. ഈ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ ഭരിക്കും. അതിന് കാൽ വെച്ച് കഴിഞ്ഞു. ഇനിയിവിടെ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനിയിവിടെ മനുഷ്യന്മാർക്ക് ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ രാജ്യങ്ങൾ ഇസ്രായേൽ ഭരിക്കണം. എന്നാൽ യുദ്ധം നിൽക്കൂല. ഡിസംബറിൽ അമേരിക്കയിൽ ആഠ്യ മാസികയായ ലെവിയത്തിന് അദ്ദേഹം നൽകിയ ഇന്റർവ്യൂവിൽ നോം ചോംസ്കിയുടെ പ്രസ്താവനയാണ് നമ്മൾ വായിക്കുന്നത്. ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പോലും പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ എന്തിനാ വർത്തമാനം പറയുന്നത്? ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പോലും അമേരിക്കയിലെ പെട്രോളിയം സാമ്രാജ്യത്വ താല്പര്യം മൂലമാണ് ഉണ്ടായത്. അവിടെ ആ സാധനത്തിനെ കൊണ്ട് 48 കുടിയിരുത്തി. 1948 മെയ് 14 അവിടെ കൊണ്ടുപോയി ഇസ്രായേലിനെ കുടിയിരുത്തി അമേരിക്കയും ബ്രിട്ടനും. എന്തുകൊണ്ട്? 920 തുടക്കം മുതൽ അവിടെ എണ്ണയുണ്ട്. 27 മുതൽ ലോകാവസാനം വരെ തീരാത്ത എണ്ണ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ആ നാട്ടിൽ അവിടെ ഒരു സാന്നിധ്യം വേണം, ഒരു സംഘർഷത്തിന്റെ സാന്നിധ്യം. അപ്പൊ എന്നും അവിടെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. ഊറ്റാവുന്നവർക്ക് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോവാ. ഇതതിന്റെ പിന്നിൽ അമേരിക്കയുടെ പെട്രോളിയം താല്പര്യത്തിന്റെ പേരിൽ മാത്രമുണ്ടായ രാജ്യമാണ് ഏത്? ഇസ്രായേൽ. ആരാത് പറയുന്നത്? ജൂഡൻ. നിങ്ങൾ അത്ഭുതത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്, പിന്നെ ജൂതന്മാരുടെ ഡയസ്പോറ ആരംഭിക്കുന്നത് ഏകദേശം നേരത്തെയൊക്കെ തന്നെ ആധുനിക ഡയസ്പോറയുടെ കാലഘട്ടം AD 2-ാം നൂറ്റാണ്ട്. പ്രവാസം അവര് ഇല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിന്നിച്ചിതറി ആര്? ജൂതന്മാർ. പിന്നെ അവർ ഇസ്രായേൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത രീതി അവർക്കില്ല. AD 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു യൂറോപ്യൻ രാജാവ് അവരെ കൂട്ടക്കൊല ചെയ്തു എന്ന കാരണത്താൽ ജൂതന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിന്നിച്ചിതറി. പിന്നെ അവരെ തിരിച്ച് ഇസ്രായേലിൽ എത്തിക്കുന്നത് എന്തിനാ? അങ്ങനത്തെ രാജ്യം ഉണ്ടാക്കി തിരിച്ചെത്തിക്കുന്നത് 1900-ന് ശേഷം. എന്തുകൊണ്ട്? മനസ്സിലായില്ല. അവിടെ എന്ത് കണ്ടെത്തി? പെട്രോളിയം. ഇനി അവിടെ രാജ്യം ഉണ്ടാക്കി കൊടുത്താൽ ആ സംഘർഷം സ്വാഭാവികമായി നിലനിൽക്കും. അപ്പം അതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പെട്രോളിയം താല്പര്യം കൊണ്ട് മാത്രമുണ്ടായ രാജ്യമാണ് ഇസ്രായേൽ. ആ സംഘർഷം നിലനിൽക്കുന്നു. ഈ സംഘർഷമൊക്കെ തീർക്കാം, പക്ഷെ അവർക്ക് തീർക്കാൻ കഴിയില്ല, തീർക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ ശത്രു ഇവിടെ നിലനിന്നാൽ മാത്രമേ ഈ എണ്ണ ഊറ്റാൻ കഴിയുള്ളൂ. ഇന്ന് ലോകത്തുൽപാദിപ്പിക്കുന്ന 90% പെട്രോളിയവും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന യുദ്ധങ്ങളും. 2002 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൈ ഇറാഖ് എന്ന ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നോം ചോംസ്കി 2002 അന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനം പിന്നെ പുലർന്നു. 2002 നവംബറിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന് വൈ ഇറാഖ് എന്ന പ്രഭാഷണം നടക്കുന്നത്. 2002 അമേരിക്ക അവസാനത്തെ കയറ്റം കയറിയിട്ട് എല്ലാം ഇടിച്ച് നിരപ്പാക്കുന്ന എതിരാ 2003. മനസ്സിലായില്ല? അതായത് നോം ചോംസ്കിയുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിഖ്യാതമായ വൈ ഇറാഖ് എന്ന പ്രഭാഷണം നടക്കുന്നത് 2002 നവംബറിൽ. 2003 മാർച്ചിലാണ് അവസാനത്തെ കയറ്റം എല്ലാം ഇടിച്ച് നിരപ്പാക്കുന്ന കയറ്റങ്ങൾ 2003. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ഭാവിയിൽ ആ പ്രവചനമാണ്, ഭാവിയിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള പ്രധാന കാരണവും ഇറാഖിൻ്റെ കയ്യിലുള്ള കൂറ്റൻ പെട്രോളിയം സമ്പത്ത് മാത്രമായിരിക്കും. ഇത് അദ്ദേഹം പറയുന്നത് നവംബർ 4 അമേരിക്ക ഇറാഖിൽ കയറുന്നത് 2002 നവംബർ 4 ഈ പ്രവചനം. ആരുടെ? നോം ചോംസ്കിയുടെ. 2003 മാർച്ച് 20
2002 നവംബർ 4 ഈ പ്രവചനം നടത്തുന്നത് നോം ചോംസ്കി. 2003 മാർച്ച് 20 അതായത് നവംബറിൻ്റെയും മാർച്ചിൻ്റെ തുടക്കവും നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ കയറി 4 മാസം ഇടയുള്ളൂ. ഭാവി എന്നെങ്കിലും അമേരിക്ക ഇറാഖുമായി ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാവുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാഖിൻ്റെ കയ്യിലുള്ള കൂറ്റൻ പെട്രോളിയം സമ്പത്ത് മാത്രമായിരിക്കും. 2008 ജൂലൈ 8 UAE ഖലീജ് ടൈംസിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ലേഖനം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ ഓയിൽ സ്റ്റുപ്പിഡ്. അത് ഓയിലാണ് വിട്ടി. ആ പുസ്തകം, ആ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 137 പേജിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓയിൽ സ്റ്റുപ്പിഡ്. അത് എണ്ണയാണ് വിട്ടി. 2008. അതായത് നീ അതിന് ഇനി വേറെ കാരണങ്ങൾ, ഒരു കാരണമെങ്കിൽ നീ വേറെ കാരണം ഉണ്ടാക്കും. അപ്പോൾ ഇവരെ രണ്ടാളെയും തല്ലിക്കളന്ന് എനിക്ക് തോന്നിയാൽ എന്താ അവനോട് പറയാ? മോനെ വാപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവ എന്ത് പറഞ്ഞു? അത് ഞാൻ ഒരാൾ പറഞ്ഞ് കേട്ടു. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ഇല്ല എന്നാ മനസ്സിലാവുന്നത്, കളവ. അപ്പം ഇനി വേറെ കാരണം ഉണ്ടാക്കും. എന്ത്? എൻ്റെ പെങ്ങളതിൽ നടന്നു പോകുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഒച്ചുണ്ടാക്കിയിട്ട് ആ പെണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവന് ചൂടാകും. ഒരു കാരണം പറ്റില്ലെങ്കിൽ അടുത്ത കാരണം ഉണ്ടാക്കും. നമ്മളിവിടെ കാരണങ്ങൾ തിരഞ്ഞു നോക്കുകയാണ്. എന്ത് മയനുള്ളത് ഇതിൻ്റെ മുഴുവൻ? ആ കാരണമെങ്കിൽ വേറെ കാരണത്തെ അമേരിക്ക കൊണ്ടുവരുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഏതുവരെ ഇത് ഖിയാമത്ത് വരെ അവസാനിക്കൂല്ലെങ്കിലോ? അതുകൊണ്ടാണ് ആ സാധനങ്ങൾ എടുക്കേണ്ടെന്ന് നബി പറഞ്ഞത്. കൊല്ലേക്കും, അല്ലാതെ സ്വർണ്ണം എടുത്തിട്ട് ആരെ കൊന്നത്? ലോക ചരിത്രത്തിൽ എവിടെയും ഗോൾഡ് വാർസ് എന്നൊരു പുസ്തകം വന്നിട്ടില്ലല്ലോ. സ്വർണ്ണ യുദ്ധങ്ങൾ. എന്നിട്ടിപ്പോൾ ചില ആളുകൾ തപ്പാണ്. എവിടെയെങ്കിലും സ്വർണ്ണമല ഉണ്ടോ? സ്വർണ്ണമല ഉണ്ടായിക്കൂടെ? കൊലപാതകം നടക്കണ്ടേ? എന്തിയാ പറഞ്ഞു നബി? ഈ സ്വർണം കാരണം ലോക ചരിത്രത്തിൽ എന്നാ സ്വർണത്തിന് വേണ്ടി ഒരു യുദ്ധം നടന്നത്? ഇതിന് യുദ്ധം. കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ധാതു എന്നാൽ വിലയുള്ള ധാതു തന്നെ, അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇനിയിപ്പോൾ ഒരു രാജ്യത്തിന് സ്വർണം കിട്ടിയില്ലെങ്കിൽ ആ രാജ്യത്തിന് എന്താ കിട്ടും? പറയും. നിങ്ങളൊക്കെ പഠിച്ചവരാണല്ലോ, നിങ്ങൾ പറയും.